ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തും. എറണാകുളത്ത് 10,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ പുനർവികസനം നടത്തിയ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. ജൽജീവൻ ദൌത്യം 2028 ഡിസംബർ വരെ ദീർഘിപ്പിച്ച് കേന്ദ്ര സർക്കാർ. സുജലം ഭാരത് ഏകീകൃത ദേശീയ ഡിജിറ്റൽ ചട്ടക്കൂട് സ്ഥാപിക്കാനും കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. രാജ്യത്ത് ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഊർജ്ജക്ഷാമമില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. എൽപിജി ഉൽപാദനം വർദ്ധിപ്പിച്ചതായി എണ്ണ കമ്പനികൾ. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനാനന്തര പദ്ധതിയുടെ വിശദ മാർഗ്ഗരേഖയ്ക്ക് സംസ്ഥാന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. FIH വനിതാ ഹോക്കി ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് വെയിൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏകദിന സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തും. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. ഇന്ന് രാവിലെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്ന പ്രധാനമന്ത്രി എറണാകുളം മറൈൻ ഡ്രൈവിലെ പൊതുപരിപാടിയിലാകും ആദ്യം പങ്കെടുക്കുക. തുടർന്ന് കലൂർ സ്റ്റേഡിയത്തിലെ പൊതുപരിപാടിയിലും പങ്കെടുക്കും. അതിനുശേഷം 10,800 കോടി രൂപയോളം വരുന്ന വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനങ്ങളും ശിലാസ്ഥാപനങ്ങളും പ്രധാനമന്ത്രി നിർവഹിക്കും. കൊച്ചി എണ്ണ ശുദ്ധീകരണശാലയിലെ 5,500 കോടി രൂപയിലേറെ നിക്ഷേപമുള്ള പോളി പ്രൊപ്പലൈൻ യൂണിറ്റ് ശിലാസ്ഥാപനം അദ്ദേഹം നിർവഹിക്കും. ആഭ്യന്തര പോളിമർ ഉൽപാദന ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുന്ന നിർണായക പദ്ധതിയാണിത്. ദേശീയപാത 66-ൽ തലപ്പാടി ചെങ്കള സെക്ഷൻ, കോഴിക്കോട് ബൈപ്പാസിലെ വെങ്ങളം രാമനാട്ടുകര മേഖല എന്നിവിടങ്ങളിലെ 6 വരി പാതകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും. അമൃത് ഭാരത് പദ്ധതിക്ക് കീഴിൽ പുനർവികസനം നടത്തിയ ഷൊർണൂർ ജംഗ്ഷൻ, കുറ്റിപ്പുറം, ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം, വൈദ്യുതീകരിച്ച ഷൊർണൂർ നിലമ്പൂർ റോഡ് റെയിൽവേ ലൈൻ സമർപ്പണം, പാലക്കാട് പൊള്ളാച്ചി പുതിയ ട്രെയിൻ ഫ്ളാഗ് ഓഫ്, കല്ലടയിലെ 50 മെഗാവാട്ട് ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതി ഉദ്ഘാടനം, കേരളത്തിലെ PM ഗ്രാം സഡക് യോജന പ്രകാരമുള്ള 23 ഗ്രാമീണ റോഡുകളുടെ ഉദ്ഘാടനം തുടങ്ങിയവയും കൊച്ചിയിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് പ്രധാനമന്ത്രി നിർവഹിക്കും. ധീവരസഭയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളും പ്രധാനമന്ത്രി കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും. കലൂർ സ്റ്റേഡിയത്തിൽ BJP സംഘടിപ്പിക്കുന്ന വികസിത കേരളം മോദിക്കൊപ്പം പരിപാടിയെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 3:30 വരെ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തമിഴ്നാട്ടിലെത്തും. തിരുച്ചിറപ്പള്ളിയിൽ 5,650 കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. പെട്രോളിയം, പ്രകൃതിവാതകം, അടിസ്ഥാന സൌകര്യങ്ങൾ, ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കൽ, ഹൈവേ വികസനം തുടങ്ങിയവ പദ്ധതികളിൽ ഉൾപ്പെടുന്നു. 2 അമൃത് ഭാരത് എക്സ്പ്രസ്, 2 എക്സ്പ്രസ് ട്രെയിനുകൾ, 1 പാസഞ്ചർ ട്രെയിൻ എന്നിവ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. നാഗർകോവിൽ ചാർലപ്പള്ളി അമൃത് ഭാരത് എക്സ്പ്രസ്, പോതന്നൂർ ധൻബാദ് അമൃത് ഭാരത് എക്സ്പ്രസ്, രാമേശ്വരം മംഗളൂരു എക്സ്പ്രസ്, തിരുനെൽവേലി മംഗളൂരു എക്സ്പ്രസ്, മയിലാടുതുറൈ തിരുവാരൂർ കാരയ്ക്കുടി പാസഞ്ചർ ട്രെയിൻ എന്നിവയാണ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. ജൽജീവൻ മിഷൻ 2028 ഡിസംബർ വരെ നീട്ടുന്നതിന് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. ഉറവിടത്തിൽ നിന്ന് പൈപ്പിലേക്കുള്ള സമ്പൂർണ്ണ കുടിവെള്ള വിതരണ സംവിധാനം ഡിജിറ്റലായി മാപ്പ് ചെയ്യുന്നതിന് സുജലം ഭാരത് എന്ന ഏകീകൃത ദേശീയ ഡിജിറ്റൽ ചട്ടക്കൂട് സ്ഥാപിക്കുമെന്നും മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. തമിഴ്നാട്ടിലെ മധുര വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിക്കുന്നതിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. സ്പീക്കർ ഓം ബിർളയെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയം ലോക്സഭ ഇന്നലെ ചർച്ച ചെയ്തു. കോൺഗ്രസ് MP മുഹമ്മദ് ജാവേദാണ് പ്രമേയം അവതരിപ്പിച്ചത്. ഗ്രാമവികസന മന്ത്രാലയം, വനം പരിസ്ഥിതി മന്ത്രാലയം എന്നിവയുടെ പ്രവർത്തനം സംബന്ധിച്ച ചർച്ചകളാണ് രാജ്യസഭയിൽ ഇന്നലെ നടന്നത്. അടിസ്ഥാന സൌകര്യങ്ങളും സാങ്കേതിക വിദ്യയും മെച്ചപ്പെടുത്താൻ 765 കോടി രൂപയുടെ പദ്ധതികൾക്ക് ഇന്ത്യൻ റെയിൽവേ അംഗീകാരം നൽകി. ഈസ്റ്റ് കോസ്റ്റ്, സൌത്ത് സെൻട്രൽ, വെസ്റ്റേൺ റെയിൽവേ സോണുകളിലാണ് പ്രധാനമായും നവീകരണം നടക്കുക. വൈദ്യുതീകരണ നവീകരണ പ്രവർത്തനങ്ങൾക്ക് പുറമെ ട്രെയിൻ കൂട്ടിയിടി ഒഴിവാക്കുന്ന കവച് സാങ്കേതിക വിദ്യയ്ക്ക് കരുത്തേകാനുള്ള പദ്ധതിക്കും റെയിൽവേ അംഗീകാരം നൽകി. രാജ്യത്ത് ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഊർജ്ജക്ഷാമമില്ലെന്നും പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നും കേന്ദ്ര സർക്കാർ. ഗാർഹിക ഉപഭോക്താക്കൾക്ക് താങ്ങാനാവുന്ന വിലയിൽ ഊർജ്ജം തടസ്സമില്ലാതെ വിതരണം ചെയ്യുന്നത് ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അതേസമയം രാജ്യത്ത് LPG ഉൽപാദനം വർദ്ധിപ്പിച്ചതായി എണ്ണ കമ്പനികൾ അറിയിച്ചു. ഗാർഹിക ഉപഭോക്താക്കൾക്കും ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ അവശ്യ ഗാർഹികേതര മേഖലകൾക്കും പാചകവാതക ലഭ്യതയിൽ മുൻഗണന നൽകുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്.
മറ്റ് ഗാർഹികേതര മേഖലകളിൽ നിന്നുള്ള അഭ്യർത്ഥനകൾ എണ്ണ കമ്പനികളുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരുടെ കമ്മിറ്റി അവലോകനം ചെയ്യുമെന്നും യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മുൻഗണന നൽകുമെന്നും IOC അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഗ്ചിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഇന്ത്യയുമായി ബന്ധം തുടരുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോഹാൻ വാഡിഫ്ലുമായും ദക്ഷിണ കൊറിയൻ വിദേശകാര്യമന്ത്രി ചോ ഹ്യൂണുമായും ശ്രീ ജയശങ്കർ സംഭാഷണം നടത്തി. ആഗോള സുരക്ഷയിലും സമ്പദ് വ്യവസ്ഥയിലും വലിയ സ്വാധീനം ചെലുത്തുന്ന പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ഇരു നേതാക്കളുമായി ചർച്ച ചെയ്തതായി അദ്ദേഹം അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികളും ഇന്ത്യയിൽ നിന്ന് മേഖലയിലേക്കും തിരിച്ചുമുണ്ടായേക്കാവുന്ന യാത്രാ ബുദ്ധിമുട്ടുകളും സസൂക്ഷ്മം നിരീക്ഷിച്ചു വരുന്നതായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം. യാത്രക്കാരുടെ സുരക്ഷയ്ക്കും തടസ്സരഹിത സേവനങ്ങൾക്കും പ്രാഥമിക പരിഗണന നൽകുന്നതായും മന്ത്രാലയം വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്. തിങ്കളാഴ്ച ഇന്ത്യൻ വിമാന കമ്പനികളുടെ 45 ഇൻബൌണ്ട് വിമാനങ്ങൾ പശ്ചിമേഷ്യയിൽ നിന്ന് ഇന്ത്യയിലെത്തിയതായും 7400-ലധികം പേർ യാത്ര ചെയ്തതായും വ്യോമയാന മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. മസ്കറ്റിൽ അന്താരാഷ്ട്ര വിമാനത്താവളം ഒരു ബദൽ വിമാനത്താവളമായി ഉപയോഗിക്കുന്നതിനു വേണ്ട നടപടികൾ പുരോഗമിക്കുകയാണ്. ദുബായ്, അബുദാബി, ഷാർജ, റാസൽ ഖൈമ, അലൈൻ, ഫുജൈറ, ജിദ്ദ, മദീന എന്നിവയുൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കും തിരിച്ചുമുള്ള വിമാനങ്ങൾക്ക് ഈ ക്രമീകരണം ബാധകമാകും. എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും നാളെ മുതൽ റിയാദിലേക്ക് സർവീസ് നടത്തുമെന്നും ഇൻഡിഗോ മുംബൈ റിയാദ് മുംബൈ സർവീസുകൾ ആരംഭിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. ആകാശ എയറിനോട് നാളെ ആരംഭിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന മുംബൈ റിയാദ് മുംബൈ സർവീസുകൾ ക്രമീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനാനന്തര പദ്ധതിയുടെ വിശദ മാർഗ്ഗരേഖയ്ക്ക് സംസ്ഥാന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. സംസ്ഥാനത്തെ മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും അന്വേഷിക്കുന്നതിനും എക്സൈസ് വകുപ്പിന് കീഴിൽ കേരള സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കാനും തീരുമാനിച്ചു. സംസ്ഥാന നിയമവകുപ്പ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന KG സനൽകുമാറിനെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യും. പെന്തക്കോസ്ത് സഭകളെ ക്രൈസ്തവ സഭാവിഭാഗമായി അംഗീകരിക്കുവാൻ മന്ത്രിസഭായോഗം തത്വത്തിൽ തീരുമാനിച്ചു. പെന്തക്കോസ്ത് ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള പരിവർത്തിത ക്രൈസ്തവ വിഭാഗങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ പരിശോധിച്ച് ശുപാർശകൾ സമർപ്പിക്കാൻ കമ്മിറ്റിയെയും സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തി. കേരളത്തിൽ ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെ പേര് ചേർക്കാം. FIH വനിതാ ഹോക്കി ലോകകപ്പ് 2026 യോഗ്യതാ മത്സരത്തിൽ പൂൾ ബിയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് വെയിൽസിനെ നേരിടും. ഹൈദരാബാദിൽ വൈകുന്നേരം 7:30-നാണ് മത്സരം. സ്വിറ്റ്സർലൻഡിലെ ബാസലിൽ നടക്കുന്ന സ്വിസ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്നലെ നടന്ന പുരുഷ ഡബിൾസ് മത്സരത്തിൽ സാത്വിക് സായ് രാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം സിംഗപ്പൂർ സഖ്യത്തെ പരാജയപ്പെടുത്തി. വനിതാ സിംഗിൾസിൽ ഇന്ന് തൻവി ശർമ്മ ഇന്തോനേഷ്യൻ താരത്തെ നേരിടും. പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ആയുഷ് ഷെട്ടി കനേഡിയൻ താരത്തോട് ഏറ്റുമുട്ടും. സശക്ത് പഞ്ചായത്ത് നേത്രി അഭിയാന്റെ കീഴിൽ പഞ്ചായത്തുകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ പ്രതിനിധികളുടെ ദേശീയ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. പഞ്ചായത്ത് രാജ് മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഒരു ദിവസത്തെ സമ്മേളനത്തിൽ കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പങ്കെടുക്കും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തിരഞ്ഞെടുത്ത വനിതാ പഞ്ചായത്ത് അംഗങ്ങളെ സമ്മേളനത്തിൽ ആദരിക്കും. ഫോസിലിതര സ്രോതസ്സുകളിൽ നിന്നുള്ള രാജ്യത്തിന്റെ സ്ഥാപിത വൈദ്യുതി ശേഷി കഴിഞ്ഞ ദശകത്തിൽ 81 ജിഗാവാട്ടിൽ നിന്ന് 275 ജിഗാവാട്ടായി ഉയർന്നതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന 4ാമത് ദേശീയ അഗ്രോ RE ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സൌരോർജ്ജ ജലസേചനത്തിന് ഇന്ത്യയുടെ കാർഷിക ഊർജ്ജ മേഖലകളെ പരിവർത്തനം ചെയ്യാനുള്ള കഴിവുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. DRDOയും ഇന്ത്യൻ നാവികസേന സംയുക്തമായി തദ്ദേശീയമായി നിർമ്മിച്ച എയർ ഡ്രോപ്പബിൾ കണ്ടെയ്നർ ADC-150 വിജയകരമായി പരീക്ഷിച്ചു. P-8I വിമാനത്തിൽ നിന്ന് ഗോവൺ തീരത്താണ് 4 പരീക്ഷണങ്ങൾ നടത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തും. എറണാകുളത്ത് 10,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ പുനർവികസനം നടത്തിയ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. ജൽജീവൻ ദൌത്യം 2028 ഡിസംബർ വരെ ദീർഘിപ്പിച്ച് കേന്ദ്ര സർക്കാർ. സുജലം ഭാരത് ഏകീകൃത ദേശീയ ഡിജിറ്റൽ ചട്ടക്കൂട് സ്ഥാപിക്കാനും കേന്ദ്ര മന്ത്രിസഭായോഗത്തിൽ തീരുമാനം.
രാജ്യത്ത് ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഊർജ്ജക്ഷാമമില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. LPG ഉൽപാദനം വർദ്ധിപ്പിച്ചതായി എണ്ണ കമ്പനികൾ. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനാനന്തര പദ്ധതിയുടെ വിശദ മാർഗ്ഗരേഖയ്ക്ക് സംസ്ഥാന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. FIH വനിതാ ഹോക്കി ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് വെയിൽസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.